നിങ്ങൾക്ക് ആർത്തവ സമയത്തെ വേദന പെയിൻ കില്ലേഴ്സ് എടുത്താൽ പോലും മാറാത്തതായിട്ടുണ്ടോ? പീരീഡ്സ് സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന വേദന പ്രൈമറി അഥവാ സ്പാസ്മോട്ടിക് ഡിസ്മനോറിയയുടെ ഭാഗമായിട്ടുള്ളതാണോ, അതോ ഇൻഫെർട്ടിലിറ്റിക്ക് വരെ കാരണമായേക്കാവുന്ന എൻഡോമെട്രിയോസിന്റെ ഭാഗമായിട്ടുള്ള വേദനയാണോ? എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? സാധാരണ പ്രൈമറി ഡിസ്മനോറിയയിലെ പീരീഡ്സ് ഡേറ്റിന്റെ 1-2 ദിവസത്തിന് മുന്നേ വേദന തുടങ്ങാം. ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്താൽ വേദന കുറയുകയും ചില ആളുകളിൽ ഫസ്റ്റ് ഡേ ഒരു സെക്കൻഡ് ഡേ വേദന നീണ്ടു നിൽക്കുന്നതും കാണാറുണ്ട്. ഇത് സാധാരണ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന വേദനയാണ് ഉണ്ടാവാറ്. ഈ വേദനയുടെ കൂടെ തന്നെ ചിലപ്പോൾ ബാക്ക് പെയിൻ ഉണ്ടാവാം, കാലിലേക്ക് ഇറങ്ങുന്ന വേദന ഉണ്ടാവാം, ഓക്കാനം, ഛർദി, തലകറക്കം, ക്ഷീണം ഇത്തരത്തിലൊക്കെ കാണാറുണ്ട്. ഈ വേദനയ്ക്ക് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതിലൂടെ നല്ല ആശ്വാസം ലഭിക്കാറുണ്ട്. എന്നാൽ എൻഡോമെട്രിയോസിന്റെ ഭാഗമായിട്ടുള്ള പീരീഡ്സ് പെയിൻ എന്ന് പറയുന്നത് പീരീഡ്സ് ഡേറ്റിന്റെ 2-3 ചില ആളുകളിൽ 1 ആഴ്ച മുന്നേ തന്നെ ഈ വേദന തുടങ്ങാം. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രസിങ്, അതായത് കൂടി വരുന്ന ഒരു വേദനയായിരിക്കും. സിവിയർ വേദനയായിരിക്കാം, ചിലപ്പോൾ സിവിയർ ബ്ലീഡിങ്ങും ഉണ്ടാകും. അടിവയറ്റിലെ വേദന കാലിലേക്ക് ഇറങ്ങുന്ന രീതിയിലേക്ക് വരാം, ബാക്ക് പെയിൻ ഉണ്ടാവാം, മലമൂത്ര വിസർജനത്തിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവാം. മെൻസസിന്റെ 1 ആഴ്ച മുന്നേ തുടങ്ങുന്ന ഈ വേദന മെൻസസ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഈ വേദന തന്നെ അങ്ങനെ തുടർന്നും പോവാം. എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകളിൽ ബന്ധപ്പെടുമ്പം വേദന ഉണ്ടാവാറുണ്ട്. ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു പ്രധാന കാരണമാണ് എൻഡോമെട്രിയോസിസ്. ഓരോ മാസവും വരുന്ന ഇത്തരത്തിലുള്ള സിവിയർ ആയിട്ടുള്ള വേദനയ്ക്ക് പലപ്പോഴും പെയിൻ കില്ലേഴ്സ് കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു ആശ്വാസം ലഭിക്കാറില്ല. ഈ പെയിൻ ഓരോ മാസവും സഹിച്ചു പോവുക എന്നുള്ളതല്ല അതിന്റെ സൊല്യൂഷൻ. അതിന്റെ കാരണം കണ്ടെത്തി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നതാണ് പ്രധാനം. നിങ്ങളുടെ പീരീഡ്സ് ഇതിൽ ഏത് കാറ്റഗറിയാണ്? നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യൂ.